തൊട്ട് മുകളിലായി ഒരു മല കാണുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ ആ മലയ്ക്ക് ചെഗുവേര മല എന്ന് തന്നെ പേരിട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ ചെഗുവേര മാത്രമേ ഉള്ളൂ അവിടെ താമസം. ശ്രീകുമാർ മാത്രമാണ് ഒറ്റയ്ക്ക് ആ മലയുടെ മണ്ടയ്ക്ക് താമസിക്കുന്നത്. ഈ വഴിയാണ് ആ റൂട്ടിലോട്ട് പോകേണ്ടത്. ഈ വഴി നമുക്ക് കാണാം. സ്ഥലത്ത് അങ്ങോട്ട് പോകുന്നതോറും നല്ല പ്രകൃതി ഭംഗിയാണ്. ഇതൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. സീസൺ സമയത്തൊക്കെ ഇഷ്ടമാതിരി ആൾക്കാരൊക്കെ വന്ന് കയറി ആ സ്ഥലത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ വയനാട്ടിൽ വരുന്നവർ ഈ സ്ഥലം ഒന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നത്. ആ വഴിയിൽ ഒരു തേയിലത്തോട്ടമാണ് ഈ കാണുന്നത്. വയനാട്ടിൽ വരുമ്പോൾ ഇഷ്ടമാതിരി തേയിലത്തോട്ടമൊക്കെ കാണും. അതുപോലൊന്നുമല്ല ഇത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ മനോഹരമാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഇതുണ്ടോ, ഇത് ഫുള്ള് നല്ല തേയിലത്തോട്ടമാണ്. എന്താണ്ട് ഇതിന് ചുറ്റോട് അപ്പുറം ഫോറസ്റ്റ്. ഇത് എന്തൊരു രസമാണെന്നറിയാം. ഇത് കാണുന്നതിന്, ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. കാണാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. ഒരുപാട് മനോഹരമായ വളരെ നല്ല ദൃശ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനലിൽ തന്നെ ഞങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര. ഒരു താഴോട്ടുള്ള ദൃശ്യങ്ങളൊന്നും നോക്കി, എന്ത് മനോഹരമായ ദൃശ്യമാണ്. താഴേക്കുള്ള തോട്ടമാണിത്. അവിടെ ചെടികളും വീടുകളും ഇത്ര മനോഹരമാണ് അല്ലേ. വളരെ മഴക്കാലം ആയതുകൊണ്ട് ഭംഗി വളരെ കൂടുതലല്ലേ. മഴക്കാലം ആയതുകൊണ്ട് ഈ തോട്ടങ്ങളൊക്കെ കാണുന്നതിന് വളരെ രസമാണ്. ചെടികളൊക്കെ കിളിർത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് തേയിലയുടെ നുള്ള്, അതായത് തേയില ചെടി കിളിർത്ത് നല്ലപോലെ കിളിർത്ത് പാകമായി നിൽക്കുന്നൊരു ഇത് വളരെ കാണാൻ വളരെ രസമാണ്. നിങ്ങൾക്ക് ഈ നടത്തേക്കിടയ്ക്ക് ഒരു മനോഹരമായ ദൃശ്യം കാണിക്കാം. അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്നും കൂടെ എടുക്കണേ. അല്ല, ഭാഗ്യമുണ്ടെങ്കിൽ ഒത്തിരി വീഡിയോകൾ, നല്ല വീഡിയോകൾ കിട്ടും. നല്ല മൃഗങ്ങളെ കാണാം. അതുകൊണ്ട് തേയിലത്തോട്ടത്തിനിടയ്ക്ക് അതുകൊണ്ട് ഒരു ശബ്ദങ്ങളും കിളികളെയൊക്കെ കാണാം നമുക്ക്. ഇഷ്ടംപോലെ ചില്ലൂറിൻ്റെ ചെറിയ ചെറിയ കിളികളുടെയൊക്കെ ശബ്ദങ്ങളായിരുന്നു. ഇതിലേക്കൂടെ ഒക്കെ നടക്കുമ്പോഴേ കണ്ട ഇഷ്ടംപോലെ പേരക്കൊക്കെ ഉണ്ട്. പേരക്കൊക്കെ ഒന്ന് കണ്ട പറിച്ചു നിന്നൊക്കെ നടക്കാൻ നല്ല രസമാണ്. മഴയുണ്ട്, കഴിച്ചിട്ട് മഴയില്ലേ, നടക്കാതെ സുഖമാണ്. എവിടേക്കാ പോകുന്നത്? ചെകുവേര മലയ്ക്ക്. ചക്കയൊക്കെ വീണ് കിടന്നിട്ടേ അതുണ്ടോ, ഇഷ്ടംപോലെ ചക്കയൊക്കെ കിടക്കുന്നു. ആർക്കും വേണ്ട. ചക്കയ്ക്കൊക്കെ 100-200 രൂപയൊക്കെ ഉണ്ട് നാട്ടിപ്പോ വില. ഇതാക്കിയാൽ മതി. വെള്ളച്ചാട്ടമൊക്കെ ഒന്നുമില്ല. പ്രധാനപ്പെട്ട ഒരു പുഴയാണിത്. പുത്തുമല ദുരന്തം ഉണ്ടായത് ഇതിൻ്റെ മുകളിൽ നിന്ന്, തൊട്ടുമുകളിൽ നിന്ന് ഉരുൾപൊട്ടിയാണ് ഇതിലേക്കൂടെ വെള്ളം ഒഴുകി പാറമല എന്ന് പറയുന്ന ഗ്രാമം ഇല്ലാതായത്. ആ പുഴയാണ് ഈ കാണുന്നത്. ഒരുപാട് പ്രാവശ്യം നടന്നത്. ഇതുവഴി നേരെ നടന്ന് മല കയറി ചെല്ലുമ്പോൾ ചെകുവേരയുടെ ഇതിന് ഈ മലയുടെ വണ്ടിക്കാണ് ചെകുവേര താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുഴ ഞങ്ങൾ ഈ പുഴയിൽ കൂടി ശക്തമായ പാറകളൊക്കെ ഒലിച്ചു വന്നിട്ടാണ് ആ ഗ്രാമം ഇല്ലാതായത്.
ആ പുഴയാണ് ഈ കാണുന്നത്. ഒരുപാട് ശരീരങ്ങളും ആ ഒരുപാട് വീടുകളും ബിൽഡിങ്ങുകളും നിരന്ന ഭൂമിയായിരുന്നു, ഇപ്പൊ പൊളിഞ്ഞ ഭൂമിയായി മാറി. ഇത് മാധവി നമ്മളെ സ്വന്തം ആളാ. സ്വന്തം പോയിക്കാറുന്നു. സുരേഷിനെ കുറിച്ച് എന്താ പറയാനുള്ളത് മാധവി ചേച്ചിക്ക്? ഓനെ കൊണ്ടിപ്പോ നിങ്ങൾക്ക് എന്താ പറയുക? എന്താ പറയല്ലേ, നമ്മുടെ ആളാ, സ്വന്തം ആളാ, സ്വന്തക്കാരാ? ഇല്ല ഇല്ല. ഇങ്ങനെ കണക്കൊക്കെ പോയിട്ട് പരിചയം മാത്രമേ ഉള്ളൂ. വലിയ സാധനം നമ്മളന്ന് കെട്ടി കുലിക്കില്ലേ, ശബ്ദം കേൾക്കുന്നു. എന്നാ ടേസ്റ്റാണെന്നറിയോ ഈ സാധനം? എന്തൊരു മധുരമോ. ആ എനിക്ക് ചൂണ്ടിക്കാണിക്കും ആ മലയുടെ മണ്ടയ്ക്ക് ചെടിയൊരു അരുവി വരുന്നതാണ്, മലയുടെ മണ്ടയ്ക്ക് നിന്ന് അരുവി വരുന്നതാണ്. ഈ വെള്ളമൊക്കെ ഏതെങ്കിലും വലിയ കമ്പനിക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് ലിറ്ററിന് ഈ വീഡിയോ കാണിച്ചിട്ട് 2000 രൂപ എന്ന് പറഞ്ഞാൽ വാങ്ങി കുടിക്കാൻ ആളുണ്ട്. അത്ര പ്രകൃതിദത്തമായ ഔഷധ ഗുണമുള്ള വെള്ളമാണ് ഈ ഒഴുകി വരുന്നത്. വെള്ളം കുടിക്കാല്ലേ? എന്താണ് എല്ലാരും എടുത്തെടുത്ത് ആ വെള്ളം കുടിക്കണം. ഇനി അങ്ങോട്ട് ഈ വഴിയുണ്ടോ? അങ്ങോട്ട് ഓഫ് റോഡാണ്. ഈ വഴി കൂറി മേളിൽ പോയെങ്കിൽ പുള്ളിക്കാരൻ്റെ വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ. നടക്കും. ശരിക്കും ഏലമൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ്റെ പ്രോപ്പർട്ടി ഇവിടെ നിന്ന് തുടങ്ങുക. സമയത്ത് ചെകുവേര ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം, ഉണ്ടെങ്കിൽ കണ്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. ഇതാണ് ചെകുവേരയുടെ ആസ്ഥാനം. ചെകുവേര കുന്നിൽ ചെകുവേരയുടെ വീട്.